വ്യത്യസ്തമായ നിരവധി സമരങ്ങളുടെ ആഴ്ചയാണ് കടന്നുപോകുന്നത്. മഹിളാ കോൺഗ്രസുകാരും MSFകാരും കടന്ന് യുവമോർച്ചയും ABVPയും വരെ എത്തി നിൽക്കുന്നു. അതും കഴിഞ്ഞ് അടുത്ത സമരത്തിനായി ഉറ്റുനോക്കുകയായിരിക്കും പ്രേക്ഷകർ. അത്തരമൊരു സമരം ആഴ്ച അവസാനിക്കുമ്പോൾ ഡെമോക്രസിക്ക് പുറത്തുവിടാനുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമാണ്. യൂത്ത് കോൺഗ്രസുകാർ പട്ടിപ്പേടിയിൽ തൃശ്ശൂരിൽ നടത്തിയ സമരം DYFIക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പട്ടിയുടെ പ്രതീകാത്മക രൂപം കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ വെല്ലുവിളി സമരം. കേരളമാകെ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ ഞങ്ങളോടൊപ്പം ഈ സമരത്തിൽ അണിചേരാനെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ ദയവ് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ, സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ ഞങ്ങളോടൊപ്പം അണിചേരണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നു. പട്ടിപ്പേടി മൂലം DYFIയെ വെല്ലുവിളിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് സഖാക്കളുടെ ചോദ്യം. മോദിയെയൊക്കെ കണ്ട് മടങ്ങുമ്പോൾ മുഖ്യമന്ത്രി ആ മനേകാ ഗാന്ധിയെ കൂടി കാണണമായിരുന്നു. എന്നിട്ട് പട്ടിയുടെ കാര്യം ഒന്ന് വിശദീകരിച്ച് കൊടുക്കണമായിരുന്നു. അല്ലാതെ തെരുവ് പട്ടിയെ നിയന്ത്രിക്കാൻ മനേകാ ഗാന്ധിയാണ് തടസ്സം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നടപടികൾ സർക്കാർ എടുക്കണം. ഇന്നത്തെ സമയം തീരുന്നു. അവസാനമായി പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. കെ ബാബുവിനെ കുരുക്കാൻ ജേക്കബ് തോമസിന്റെ റെയ്ഡ്. കാറും പണവുമല്ലാതെ ഒരു തുള്ളി മദ്യം പോലും വീട്ടിൽ നിന്ന് കിട്ടില്ലെന്ന് ബാബുവിന്റെ വെല്ലുവിളി. I am Koshi, Revenue Intelligence Officer. ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. I expect you to cooperate. തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിയമം അത് അനുവദിക്കുന്നു. അതെവിടുത്തെ നിയമം സാറേ? ഈ നാട്ടിൽ അനന്തന്റെ വീട്ടുകാർക്ക് മാത്രമേ നിങ്ങളുടെ നിയമം ബാധകമുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഞാൻ ആ പാവത്തിന്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്ക് വിട്ടു. രക്ഷിക്കാൻ MM ഹസൻ മാത്രം. ഭരിക്കുന്ന ഗവൺമെന്റ് ബാബുവിനെതിരായി നടത്തുന്ന രാഷ്ട്രീയ പകപോക്കല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരുന്നത് സൂക്ഷിക്കണേ. തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ബാബുവിന് ഇനി ഉറക്കമില്ലാത്ത നാളുകളെന്ന് ജേക്കബ് തോമസ്. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ചിരി ബാക്കിയുണ്ടാവില്ല. This is your last smile. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. Be prepared for that. ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ നേതാക്കൾ പായും തലയണയുമായി വിജിലൻസ് ഓഫീസിലേക്ക്. G. സുധാകരൻ നിർബന്ധമായും നിലവിളക്ക് കൊളുത്തണമെന്ന് പിണറായി. നിലവിളക്ക് മതചിഹ്നമല്ല. ജന്മഭൂമി പോലും തന്നെക്കുറിച്ച് പറയാത്ത കാര്യമാണ് പിണറായി പറയുന്നതെന്ന് സുധാകരൻ. നിലവിളക്കിനെയും നിലവിളക്ക് കൊളുത്തലിനെയൊന്നും ആ തരത്തിൽ മാത്രം പരിഗണിക്കാൻ കഴിയുന്നത്. ജന്മഭൂമി ഒറ്റ അക്ഷരമില്ല എനിക്കെതിരായിട്ട് ഞാൻ നോക്കും. വരന്മാര് ആവശ്യമുണ്ട്. ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ മനസ്സിലല്ലേ? തെറ്റി വായിച്ചു. വ്യത്യസ്തമായി സമരം ചെയ്തവരുടെ പട്ടികയിലേക്ക് യൂത്ത് കോൺഗ്രസും. കേരളമാകെ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് പട്ടി സമരം ഗിന്നസ് ബുക്കിൽ കയറ്റുമെന്ന് നേതാക്കൾ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.